നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കളിമൺ പാത്രം നിലത്ത് വീണ് പൊട്ടിപ്പോയി എന്ന് വിചാരിക്കുക. നമ്മൾ എന്താ ചെയ്യുക? ഈ കളിമൺ പാത്രം പൊട്ടിപ്പോയല്ലോ എന്ന് വിചാരിച്ച് ഇത്തിരി വിഷമത്തോടെ ആ പൊട്ടിപ്പോയ കഷ്ണങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് പുറത്തേക്ക് കളയും. പക്ഷെ ജപ്പാൻകാരിങ്ങനെയല്ല ചെയ്യുക. അവര് ആ പൊട്ടിപ്പോയ കഷ്ണങ്ങളെല്ലാം ചേർത്ത് വെച്ച് പശ വെച്ച് അത് ഒട്ടിച്ച് അതിനുശേഷം ആ പൊട്ടിയ പാടുകൾ ഉണ്ടാവുമല്ലോ സ്റ്റിൽ അതിനകത്ത്, ആ പാടുകളെയൊക്കെ ഒരു ഗോൾഡൻ കളർ വെച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് നേരത്തെ ഉണ്ടായിരുന്ന പാത്രത്തെക്കാളും ഭംഗിയുള്ള ഒരു പാത്രമായിട്ട്, ഒരു ആർട്ട് പീസ് പോലെ, ഒരു അലങ്കാര വസ്തു പോലെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയും ഭംഗിയുള്ള ഒരു പാത്രമായിട്ട് അതിനെ പുനർനിർമ്മിക്കും. ശരിക്കും ഇത്, ഈ ഒരു ആർട്ട് ഫോമിനെ കിൻസുക്കി എന്നാണ് പറയാ. ഇത് നമുക്ക് നമ്മുടെ ലൈഫിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇതിനെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ ലൈഫിലും ഇങ്ങനെ കളിമൺ പാത്രം പോലെ നമ്മൾ പൊട്ടിത്തകർന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതിന് കാരണക്കാരായത് നമ്മുടെ വളരെ അടുത്ത ആളുകളായിരിക്കും, നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ ബന്ധുക്കളോ ഒക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പൊട്ടിത്തകർന്നു പോയി എന്ന് വിചാരിച്ചിട്ട് അതില് വിഷമിക്കാനൊന്നുമില്ല. നേരത്തെ നമ്മൾ എങ്ങനെയായിരുന്നോ അതിനേക്കാളും ബെറ്ററായ ഒരു വ്യക്തിയായി മാറുകയാണ് ഈ തകർച്ചയിലൂടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിച്ച തോൽവികളിലൂടെ, അല്ലെങ്കിൽ നമുക്ക് സംഭവിച്ച അബദ്ധങ്ങളിലൂടെ ഒക്കെ ഒരുപാട് ഒരുപാട് പാഠങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വൺസ് നമ്മളിങ്ങനെ പൊട്ടിത്തകർന്നു പോയ ഒരു അവസ്ഥയിൽ എത്തിയിട്ട് പിന്നെ ആ പീസസ് ഒക്കെ വീണ്ടും റീജോയിൻ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഉള്ളത് പഴയ നമ്മളല്ല, ഒരു പുതിയ നമ്മളാണ്. ആ പുതിയ നമ്മളെ സൃഷ്ടിച്ചെടുക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളും ഇത്തരം വ്യക്തികളും തന്നെയാണ്. അതുകൊണ്ട് അവരോട് നമ്മൾ വലിയ വൈരാഗ്യമോ അല്ലെങ്കിൽ ദേഷ്യമോ ഒന്നും വെച്ച് പുലർത്തേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ കൂടുതലും സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. അപ്പോൾ അത്തരം മനസ്സിൽ അത്തരം നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് വെച്ച് പുലർത്താതെ ആ ഒരു കാര്യത്തോടും ഇത്തിരി ഗ്രാറ്റിറ്റ്യൂഡ്, കാരണം നിങ്ങളാണല്ലോ ഇന്നത്തെ എന്നെ സൃഷ്ടിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചത് എന്നുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡോടെ ഈ ഒരു കാര്യത്തെയും നമുക്ക് ചിന്തിക്കാൻ പറ്റിയാൽ, നമുക്ക് പറ്റിയ അബദ്ധങ്ങളെയൊക്കെ മറച്ചു പിടിക്കാതെ അതിനെയൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട്, ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ പാഠങ്ങൾ, ഇന്ന് കാണുന്ന ഞാനാക്കി എന്നെ മാറ്റിയത് ഇതൊക്കെയാണ് എന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരു വ്യക്തിയായിട്ട് ഈ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളോടും നമുക്ക് നന്ദി മാത്രമാണുള്ളത് എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ ഒത്തിരി 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 മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അപ്പൊ ഞാൻ പറയുന്നത് ഈ വ്യക്തികളെ ഒന്നും വീണ്ടും ട്രസ്റ്റ് ചെയ്യണമെന്നൊന്നുമല്ല, പക്ഷെ നമുക്ക് പറ്റിയ ഓരോ തെറ്റുകളിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് പുതിയ ഒരു നമ്മളെ അതിൽ നിന്ന് പുനർനിർമ്മിക്കുന്ന ഒരു ടെക്നിക്ക്, കിൻസുക്കി എന്ന് പറയുന്ന ആ ജാപ്പനീസ് ടെക്നിക്ക് പോലെ ഒരു ടെക്നിക്ക് നമ്മളും പഠിച്ചിരിക്കണം.